കേരള സർവകലാശാല വിസിയുടെ വിലക്ക് മറികടന്ന് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് MP. വിസിയുടേത് ധാർഷ്ട്യവും ദാസ്യവേലയുമാണെന്ന് ജോൺ ബ്രിട്ടാസ് വിമർശിച്ചു. പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണെന്ന BJP പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടി. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രഭാഷണം സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് സമയം യൂണിവേഴ്സിറ്റിക്കുള്ളിൽ രാഷ്ട്രീയ പരിപാടി അനുവദിക്കാനാകില്ല എന്നായിരുന്നു VC മോഹനൻ കുന്നുമലിന്റെ നിലപാട്. പരിപാടി തടയണമെന്ന് VC രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകി. VCക്കെതിരെ അതിരൂക്ഷ ഭാഷയിലായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രതികരണം. VCയുടെ പദവി എന്താണ് യൂണിവേഴ്സിറ്റി, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് ജനാധിപത്യം, ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് VC ആയിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ധാർഷ്ട്യവും ദാസ്യവേലയും കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇനിയും ഇറക്കാൻ പറ്റും. VCയുടെ വിയോജിപ്പ് നിലനിൽക്കെ ഉച്ചയോടെ പ്രഭാഷണ പരമ്പര നടന്നു. പ്രസംഗത്തിലും വൈസ് ചാൻസലറെ MP വിമർശിച്ചു. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിൽ പോലും സമൂഹത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ദിശപാകിയ ഇടനൽകിയ പ്രഭവ കേന്ദ്രമായത് അവിടുത്തെ സർവകലാശാല. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോയ കേരള സർവകലാശാലയ്ക്ക് കിട്ടാതെ പോയ ഏറ്റവും ഉത്തമനായ വൈസ് ചാൻസലറായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഹിറ്റ്ലറെ പ്രതിരോധിക്കാനുള്ള ശേഷി അക്കാഡമിക് സമൂഹവും സർവകലാശാലകളും കാണിക്കാത്തതാണ് നാസി ജർമ്മനിയെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പടവെന്ന് അദ്ദേഹം വരച്ചു കാട്ടിയതാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ജീവനക്കാർ പരിപാടിക്ക് എത്തിയെന്നാരോപിച്ച് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംഭവത്തിൽ സർവകലാശാലയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണവും തേടി. നടന്നത് രാഷ്ട്രീയ പരിപാടിയല്ല എന്നാണ് സർവകലാശാല എംപ്ലോയീസ് യൂണിയന്റെ നിലപാട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം കാണാം. ഇടവേളയ്ക്ക് ശേഷം.